കേരളത്തിലെ ന്യൂനപക്ഷ ഫണ്ടിങ്ങിൽ ക്രൈസ്തവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നെന്നാണ് KT ജലീൽ പറയുന്നത്. ആരാണ് ഇവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്? യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് ഒരു നിമിഷം നോക്കാം. എന്താണ് കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന 80:20 എന്ന് പറയുന്ന വിഷയം? 80:20, അതായത് 80:20 എന്ന് പറയുന്ന അനുപാതം സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൊടുക്കുന്ന പദ്ധതികൾ, അതായത് സ്കോളർഷിപ്പ് പദ്ധതിയാകട്ടെ മറ്റ് പദ്ധതികളാകട്ടെ, അവയെല്ലാം സ്വീകരിച്ചിരിക്കുന്ന ഒരു അനുപാതമാണ് 80:20. അതായത് ഈ പദ്ധതികളിലെല്ലാം തന്നെ, ക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന പദ്ധതികളിലെല്ലാം തന്നെ 80% മുസ്ലിം വിഭാഗത്തിനും 20% മറ്റ് മത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നതാണ് ഈ 80:20 എന്ന് പറയുന്ന ഈ അനുപാത വിഷയം. ജനസംഖ്യാപരമായിട്ട് നോക്കുമ്പോൾ തന്നെ ഏകദേശം 27% മുസ്ലിം ജനസംഖ്യയും 18% അടുത്ത് ക്രൈസ്തവ ജനസംഖ്യയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വിവേചനപരമായിട്ടുള്ള നടപടിയാണ്. തീർച്ചയായിട്ടും. കാര്യം ഒന്ന്, ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കുമ്പം ന്യൂനപക്ഷങ്ങളായിരിക്കുന്നവരെ ആയിരിക്കണം കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. ന്യൂനപക്ഷ കമ്മീഷൻ്റെ അകത്ത് തന്നെ അതിനകത്ത് ആക്ട് പറയുന്നത് ജനസംഖ്യാനുപാതികമായിട്ടെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കണമെന്നാണ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തത്തിന് പറയുന്നത്. ന്യൂനപക്ഷങ്ങളെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത് ഇരിക്കെ അതുപോലും ചെയ്യാതെ കേരളത്തിൽ ഇത്രയും വിവേചനപരമായിട്ടൊരു അനുപാതം സ്വീകരിച്ചുകൊണ്ട് ഒരു സമുദായത്തെ മാത്രം വളർത്തുന്ന രീതിയിലേക്കും അവർക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന രീതിയിലേക്കും ഒരു അനുപാത സ്വീകരണമാണ് നടന്നിരിക്കുന്നത്. ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലുള്ള ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഒരു പദ്ധതികളിലും ഇതുപോലെ അനുപാത സ്വീകരണമില്ല. മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലുള്ള അനുപാതം സ്വീകരിച്ച് ഒരു സമുദായത്തെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലേക്കൊന്നുമില്ല. അവിടെയെല്ലാം അപേക്ഷിക്കുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ച് കൊടുക്കുകയും എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പരിഗണിക്കുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അവിടെയുള്ള വകുപ്പുകൾ അനുവർത്തിച്ചു വരുന്നത്. കേരളത്തിൽ മാത്രമാണ് ഇതുപോലെ അനുപാതം സ്വീകരിച്ചുകൊണ്ട് ഇതുപോലെ ഒരു സമൂഹത്തെ തള്ളുന്ന ഒരു തലത്തിലേക്ക് ക്ഷേമ വകുപ്പ് തന്നെ, ഒരു സർക്കാർ വകുപ്പ് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 80:20 ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു സംഭവമാണ് ഈ പറഞ്ഞ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. എന്താണ് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്? എങ്ങനെയാണ് ഈ 80:20 ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ന്യൂനപക്ഷം എന്നൊരു പരിഗണന വരുന്നത് ഭരണഘടനയുടെ സമയത്ത് തന്നെ വന്നിട്ടുള്ളതാണ്. ഭരണഘടനാ സമയത്ത് തന്നെ ന്യൂനപക്ഷം എന്നൊരു പരിഗണന വന്നിട്ടുള്ളതാണ്. അവകാശം എന്ന രീതിയിലായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ 1992 തന്നെ രൂപീകരിക്കുന്നുണ്ട്. ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ തലത്തിൽ 1993 തന്നെ നമ്മൾ അതിർത്തി സംസ്ഥാനങ്ങളൊക്കെ ആയ ആന്ധ്രാപ്രദേശിൽ ന്യൂനപക്ഷ വകുപ്പ് തന്നെ 1993 തന്നെ ആരംഭിച്ചു. ഇവിടെ 2005 സച്ചാർ കമ്മീഷൻ വരുന്നത്. ഈ സച്ചാർ കമ്മീഷൻ വരുന്നത് ഒന്നാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെ പറ്റി പഠിക്കാൻ വന്ന കമ്മീഷനാണ് സച്ചാർ കമ്മീഷൻ. ഇന്ത്യയിലെ മൊത്തത്തിലുള്ള മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെ പറ്റി പഠിക്കാനായിട്ട് ആ കമ്മീഷൻ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെക്കാളെല്ലാം തന്നെ ഉന്നമനത്തിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ മുസ്ലിം വിഭാഗമെന്ന്. അപ്പോൾ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക പിന്നോക്കാവസ്ഥ ഇല്ല എന്നാണോ ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്? സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു കാര്യം, അതായത് കേരളത്തിൽ പ്രത്യേകമായ പിന്നോക്കാവസ്ഥ ഉണ്ടെന്നൊരു കാര്യം തന്നെ പറയുന്നില്ല. തമ്മിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളെ വെച്ച്, മുസ്ലിങ്ങളെ പറ്റിയുള്ള പഠനമാണല്ലോ, അപ്പോൾ മുസ്ലിം സമുദായത്തെ പറ്റിയുള്ള പഠനത്തിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെക്കാളും ഒക്കെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു മുസ്ലിം സമുദായമാണ് അല്ലെങ്കിൽ സമൂഹമാണ് കേരളത്തിൽ എന്ന് തന്നെയാണ് സച്ചാർ റിപ്പോർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായും മറ്റ് സമൂഹങ്ങളിലൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് മുസ്ലിം സമുദായം. അതെ അതെ. അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കമ്മീഷൻ, അതായത് ഈ സച്ചാർ കമ്മീഷനെ നടപ്പിലാക്കുക എന്ന നിലയിലേക്ക്, അതായത് അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതായത് മദ്രസ കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പം അതിലെ ചില കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന രീതിയിലേക്കാണ് കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഭാഗമായിട്ട് കേരളത്തിലൊരു പഠനം നടത്തണം, അതിൻ്റെ ഭാഗമായിട്ടൊരു കമ്മീഷൻ നിയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പാലോളി മൂന്നൂറ്റി കമ്മീഷനെ നിയോഗിക്കുന്നത് തന്നെ. ഈ പാലോളി മൂന്നൂറ്റി കമ്മീഷനും പഠിച്ചത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ, സച്ചാർ കമ്മീഷനെ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെ പറ്റി മാത്രം പഠിച്ച ഒരു കമ്മീഷൻ ആണ്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയാണ് പാലോളി മൂന്നൂറ്റി കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് 11 അംഗ കമ്മിറ്റി മെമ്പർമാരാണുള്ളത്. അവരാണ് പഠിച്ചൊരു റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിച്ചത്. അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വകുപ്പുണ്ടായെന്നോ അല്ലെങ്കിൽ ആ വകുപ്പ് പ്രകാരം അത് മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രമാണെന്നോ ഒക്കെ പറയുന്നത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം അങ്ങനെ ആയേനെ. തീർച്ചയായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രമായ ഒരു വകുപ്പായി മാറ്റേണ്ടിയിരുന്നു. അതൊന്നും തന്നെ നടക്കുന്നില്ല. കേരളത്തിൽ മാത്രമേ ഇങ്ങനൊരു അസമത്വം നിലവിൽ ഉള്ളൂ.
തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയാണ് ഈ 80:20 എന്ന് പറഞ്ഞ ഈ അനുപാതം എങ്ങനെയാണ് കേരളത്തിലെ ഈ സ്കോളർഷിപ്പുകളിലും അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലും ഒക്കെ കടന്നു വന്നിട്ടുള്ളത്? 80:20 എന്നൊരു അനുപാതം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിലും ഇല്ല. ഇങ്ങനെ നടപ്പിലാക്കണം ഇല്ല, ഇങ്ങനെ ഒരു അനുപാതത്തെ പറ്റി പറയുന്നേ ഇല്ല. പാലോളി മൂന്നുറ്റി കമ്മീഷന്റെ റിപ്പോർട്ടിൻ്റെ അകത്തും 80:20 എന്നൊരു അനുപാതം ഇല്ല. അങ്ങനെ ഒരു അനുപാതത്തിൽ കൊടുക്കണമെന്ന് ഒന്നും തന്നെ അങ്ങനെ പറയുന്നില്ല. ഇനി എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പാലോളി മൂന്നുറ്റി കമ്മീഷൻ വന്നു. ആ കമ്മീഷൻ വന്നപ്പം അവർ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിനകത്ത് ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയിലാണ്, അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കണമെന്നൊരു ശുപാർശയുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു മുസ്ലിം ഗേൾസ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നൊരു പദ്ധതി തുടങ്ങി. അതായത് മുസ്ലിം പെൺകുട്ടികൾക്കായിട്ട് അവരുടെ ഹോസ്റ്റൽ ഫീസ് സ്റ്റൈഫൻഡ് സ്കോളർഷിപ്പ് കൊടുക്കുന്നൊരു പദ്ധതിയാണ്. അത് 2008 സർക്കാർ തലത്തിൽ വന്നു. അത് വന്നത് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് വന്നത്. അത് 2009 തൊട്ട് കൊടുക്കാൻ തുടങ്ങി. മുൻകാല പ്രാബല്യത്തോടുകൂടെ കൊടുക്കാൻ തുടങ്ങി. 2008 തൊട്ട് അപേക്ഷിച്ചവർക്ക് മുൻകാല പ്രാബല്യത്തോടുകൂടെ കൊടുക്കാനും തുടങ്ങി. അങ്ങനെ 2008 മുതൽ ആരംഭിച്ച ഈ ഒരു പദ്ധതി, കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലായിട്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി വെച്ചൊരു പദ്ധതി വർഷങ്ങളായിട്ട് ഇങ്ങനെ തുടർന്ന് പോവുകയായിരുന്നു. 2011 ജനുവരി 1 സംസ്ഥാനത്ത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് രൂപീകരിക്കുന്നത്. സംസ്ഥാനത്ത് ന്യൂനപക്ഷ വകുപ്പ് രൂപീകരിച്ചപ്പോൾ ഈ പ്രസ്തുത മുസ്ലിം പെൺകുട്ടികൾക്കായിട്ട് നൽകുന്ന സ്കോളർഷിപ്പ് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് എടുത്തിട്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ന്യൂനപക്ഷ വകുപ്പായതുകൊണ്ടും ബാക്കിയുള്ള ന്യൂനപക്ഷങ്ങളെയും പരിഗണിക്കേണ്ടതുകൊണ്ടും ഇവരെന്ത് ചെയ്തു? 20% പരിവർത്തിത ക്രൈസ്തവർക്കും ലത്തീൻ ക്രൈസ്തവർക്കുമാക്കി മാറ്റി. അതായത് 2011 ജനുവരി 1 ന്യൂനപക്ഷ വകുപ്പ് വന്നു. ആ വകുപ്പിൽ ഈ ഒരു സ്കോളർഷിപ്പ് വന്നപ്പോൾ ചില ആൾക്കാർ ചില സംശയങ്ങളിൽ ചില ന്യൂനപക്ഷങ്ങളോട് പരിഗണിക്കേണ്ടതല്ലേ എന്നുള്ളൊരു കാര്യം ഉന്നയിച്ചതിൻ്റെ പ്രകാരം 2011 ഫെബ്രുവരി 22 ഈ പ്രസ്തുത മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിരുന്ന സ്കോളർഷിപ്പിൽ 20% പരിവർത്തിത ക്രൈസ്തവർക്കും ലത്തീൻ ക്രൈസ്തവർക്കുമായിട്ട് മാറ്റിവെച്ചു. ഇതാണ് 80:20 എന്നതിന് ആധികാരികമായിട്ട് അവർ തരുന്ന ഓർഡർ. അതായത് ഗവൺമെൻറ് ഓർഡർ ഇതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തരുന്നത്. അതായത് 80% മുസ്ലിങ്ങൾക്കും 20% ലത്തീൻ പരിവർത്തിത ക്രൈസ്തവർക്കായിട്ട് മാറ്റിവെച്ചതാണ് ഇവർ പറയുന്ന 80:20 ആധികാരികമായിട്ട് പറയുന്ന ഗവൺമെൻറ് ഓർഡർ. അതായത് ഒന്നുകൂടെ ശ്രദ്ധിക്കണം, ഒരു പർട്ടിക്കുലർ സ്കോളർഷിപ്പ് മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടായിരുന്ന ഒരു സ്കോളർഷിപ്പിൻ്റെ അകത്ത് 20% ലത്തീൻ ക്രൈസ്തവർക്കും പരിവർത്തിത ക്രൈസ്തവർക്കും മാറ്റിവെച്ചതാണ്. പിന്നീട് കാലങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ധാരാളം ഫണ്ടുകൾ വന്നു. ഫണ്ടുകൾക്കനുസരിച്ച് പദ്ധതികൾ വന്നു. ആ പദ്ധതികൾക്കെല്ലാം മറ പിടിച്ചുകൊണ്ട് ഇവർ 80:20 എന്നൊരു അനുപാത സ്വീകരണം കയറ്റുകയാണ് ഉണ്ടായത്. അന്ന് ആ ഗവൺമെൻറ് ഓർഡർ വന്നതിന് മറ പിടിച്ചുകൊണ്ട് 2013 ഒരു കുട്ടികൾക്കായിട്ടുള്ള കരിയർ ഗൈഡൻസിൻ്റെ ഒക്കെ ഒരു പദ്ധതി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് 80:20 20% ക്രിസ്ത്യൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് നോക്കുമ്പോൾ 2015 ITI റീഇൻവേഴ്സ്മെൻ്റ് ഒരു പദ്ധതിയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് 20% അതർ മൈനോറിറ്റി എന്ന രീതിയിലേക്കാണ് മാറ്റപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു രീതിയിലേക്ക് കാലാകാലങ്ങളനുസരിച്ചപ്പോൾ അവരുടെ താല്പര്യപ്രകാരം അവർ ഓരോരോ മാറ്റങ്ങൾ വരുത്തുകയാണ്. അതായത് നമ്മൾ ചോദ്യം ചോദിച്ചു, വിവരാശ പ്രകാരം ചോദ്യം ചോദിച്ചപ്പം ഒരു പഠനവും നടത്തിയിട്ടില്ല എന്നാണ് അവർ മറുപടി വന്നത്. 80:20 അനുവാദം സ്വീകരിക്കുന്നതിന് വകുപ്പ് ഒരു പഠനവും നടത്തിയിട്ടില്ല. ഇനി എന്തുകൊണ്ടാണെന്നതിന് മറുപടിയായിട്ട് തന്നതാണ് ആ മുസ്ലിം പെൺകുട്ടികൾക്കായിട്ടുള്ള സ്കോളർഷിപ്പ് പദ്ധതിയുടെ കാര്യവും. ഇതൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത്. എത്ര കുൽസിതമായും തന്ത്രപരമായിട്ടാണ് ഇതിനകത്തെ നീക്കങ്ങൾ നടക്കുന്നുള്ളതാണ് അതിനകത്ത് വസ്തുത. ശ്രദ്ധിക്കേണ്ടത് ഈ വകുപ്പിൽ ഇന്ന് ആരൊക്കെയാണ് ഇരിക്കുന്നുള്ളതാണ്. വകുപ്പിൻ്റെ മേൽത്തലം തൊട്ടങ്ങ് കീഴ്ത്തലം വരെ എല്ലാം തന്നെ ഒരു സമുദായത്തിലെ അംഗങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് അതിന് ഓഫീസ് സ്റ്റാഫ് ഇന്നുവരെയും ആ വകുപ്പ് റൂൾഡ് അല്ല. അതുകൊണ്ട് PSC നിയമനങ്ങളല്ല അവിടെ വരുന്നത്. താൽക്കാലിക നിയമനങ്ങളും ഈ ടെമ്പററി ആയിട്ടുള്ള പോസ്റ്റുകൾ മാത്രമല്ല കോൺട്രാക്റ്റ് പോസ്റ്റുകളൊക്കെയാണ് വരുന്നത്. അപ്പം അങ്ങനെ വരുന്നതിൻ്റെ അകത്ത് എല്ലാം തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരെ മാത്രമേ അതിനകത്ത് കയറ്റുന്നുള്ളൂ. ക്രിസ്ത്യൻ വിഭാഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഇതര ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് തന്നെ പ്രാതിനിധ്യം അവിടെ ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. മാത്രമല്ല ഇതര ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യം ഇല്ലാതിരിക്കാനായിട്ട് ന്യൂനപക്ഷ കമ്മീഷനിൽ തന്നെ മന്ത്രി ഇടപെട്ടൊരു മാറ്റം വരുത്തുകയുണ്ടായി. ഇന്ന് വരെ ആ ഒരു വിഷയത്തിനെ പറ്റി ചാനൽ ചർച്ചകളിൽ ഒന്നും തന്നെ വരുന്നില്ല. മന്ത്രി പോലും ഒരു വിശദീകരണം പോലും തരുന്നില്ല. എല്ലാവരും ആ ഒരു വിഷയത്തിൽ മൗനമാണ്. ക്രിസ്ത്യൻ പ്രാതിനിധ്യം അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷങ്ങളെ, അതായത് മുസ്ലിം ഇതര ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കാതിരിക്കാനായിട്ട് അവരിൽ നിന്ന് ഒരാൾ ഒരു അംഗമായിട്ട് വരാതിരിക്കാനായിട്ടും വരുത്തിയ മറ്റൊരു മാറ്റം. അതായത് കമ്മീഷൻ മെമ്പർമാർ 3 പേരാണ്. ചെയർമാൻ ഒരു വിഭാഗം നിന്നാണെങ്കിൽ മറ്റേ അംഗം മറ്റൊരു വിഭാഗം നിന്നായിരിക്കണമെന്നായിരുന്നു ക്രൈറ്റീരിയ ആക്ടിൽ കടന്നിരുന്നത്. അതിനെ ഭേദഗതി വരുത്തുകയായിരുന്നു. ഭേദഗതി വരുത്തി ആ ഒരു അനന്തർ എന്ന ടേം, അതായത് മറ്റൊരു മാറ്റി ഒരു വാക്കി, അതായത് A ആക്കി റീപ്ലേസ് ചെയ്തു. എന്നിട്ട്
ആണ് ഇപ്പം ഈ ചെയർമാനും ഒരു വിഭാഗത്തു നിന്നാണ്, മറ്റേ മെമ്പർ ഇപ്പോൾ ഒരു ഭാഗത്തു നിന്നാണ്. ഭാഗ്യത്തിന് വനിതാപ്രതിനിധിയാണ് ഇപ്പം ക്രിസ്ത്യാനായിട്ടിരിക്കുന്നത്. അടുത്ത തവണ അതുപോലും ഉണ്ടാവണമെന്നില്ല. ഇതൊരു സിവിൽ കോടതി അധികാരമുള്ളൊരു സംവിധാനമാണ് ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് ഓർക്കുമ്പോഴാണ് ഇതിൻ്റെ അധികാരപരിധി ചെറുതല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നാളെ ആരെ വേണമെങ്കിലും നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഇതിന്. ക്രൈസ്തവരാണ് കൂടുതലായിട്ടും കർഷകരും അതുമാതിരി തന്നെ ഈ മത്സ്യബന്ധന മേഖലയിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങൾ. ആത്മഹത്യകൾ കൂടുതലായും സാമ്പത്തികപരമായോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോൺ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പല ആത്മഹത്യകളും നടക്കുന്നത്. 80:20 എന്ന് പറയുന്ന ഈ സ്കോളർഷിപ്പുകൾ അല്ലെങ്കിൽ പദ്ധതികളുടെ വിവേചനം എങ്ങനെയാണ് ക്രൈസ്തവ സമൂഹത്തെ ഇത് ബാധിക്കുന്നത്? തീർച്ചയായിട്ടും സർക്കാർ ഒരു സംവിധാനം എന്ന് പറയുന്നത് ആ ഒരു ജനങ്ങളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണല്ലേ. ഈ ഉന്നമനം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹം പിന്നോക്കമാണെങ്കിൽ അവരെ സംരക്ഷിക്കുക, അവരെ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്നതാണ് ഈ ഒരു ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത്. സർക്കാർ ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് പല വകുപ്പുകളിലായിട്ട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളെ പരിഗണിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കാനായിട്ടും അവരുടെ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയാണ് ന്യൂനപക്ഷ ആനുകൂല്യങ്ങളായിട്ടുള്ള രീതിയിലേക്ക് ഈ ഒരു ന്യൂനപക്ഷ ആനുകൂല്യം വിഭാവനം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പിന്നോക്കം കിടക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കാനായിട്ട് സംവരണം എന്ന് പറയുന്ന വലിയൊരു ആനുകൂല്യ വ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് സംവരണം ചെയ്തു വെച്ചിരിക്കുകയാണ്. പ്രാതിനിധ്യത്തിനാണേലും ഫണ്ടിനാണേലും ഒക്കെ തന്നെ സംവരണം ചെയ്തു വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും സംവരണ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ മറ്റിതര ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ ഈ പിന്നോക്ക വിഭാഗത്തിൽ കിടന്ന വിഭാഗങ്ങൾ അവരെ സംബന്ധിച്ച് അതൊരു സംരക്ഷണ കവചം പോലെയല്ല, അതൊരു ഫിനാൻഷ്യൽ ബാക്കപ്പാണ് ശരിക്കും അവരുടെ സമുദായത്തിന്. അപ്പം അവരുടെ കുട്ടികൾക്ക് ഇപ്പം ഫീസ് അടയ്ക്കാനായിട്ട് കാശില്ലെങ്കിൽ സ്കോളർഷിപ്പ് വഴി അവർക്ക് ആ ഒരു ഇളവുകൾ കിട്ടുകയാണ്. സംവരണം വഴി തന്നെ ഫീസ് അടയ്ക്കാൻ കാശില്ലാത്തവർക്ക് സംവരണം വഴിയും അവർക്ക് ഇളവുകൾ കിട്ടുകയാണ്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളിലും, അതായത് സർക്കാർ സംവിധാനത്തിൽ എല്ലാ കാര്യങ്ങളും, വിദ്യാഭ്യാസ തലങ്ങളാകട്ടെ തൊഴിൽ മേഖലകളാകട്ടെ അവിടെയെല്ലാം തന്നെ അവർക്കൊരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ കിട്ടുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമുദായത്തെ വളർത്താനായിട്ട് ഉപകരിക്കുന്ന ശരിക്കും ഇപ്പോഴത്തെ ഈ പറഞ്ഞ ബർത്ത് റേറ്റ് ആയാലും ശരി അല്ലെങ്കിൽ മറ്റ് സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക മേഖലകളിൽ നമുക്ക് ക്രൈസ്തവ ജനസംഖ്യ അല്ലെങ്കിൽ ഇതര ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ജനസംഖ്യയിലൊക്കെ കാര്യമായിട്ടുള്ള കുറവുകൾ സംഭവിക്കുന്നതായിട്ട് കാണാം. അപ്പം ശരിക്കും ഈ പറഞ്ഞ ന്യൂനപക്ഷ പദ്ധതികൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷം അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കേണ്ട ഒരു പദ്ധതിയാണ്. അല്ലാതെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജനസംഖ്യയിലായാലും രാഷ്ട്രീയപരമായാലും മറ്റു പല മേഖലകളിലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമല്ല. അപ്പോൾ ശരിക്കും ഇതിലൊരു വിവേചനമില്ലേ? തീർച്ചയായിട്ടും അത് പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിവേചനപരമായിട്ടാണ് കേരളത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കാത്ത ഒരു സംവിധാനമാണ് കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം, തീർച്ചയായിട്ടും വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്. മാത്രമല്ല സംഘടിതമായ ശക്തിയെ പ്രീണപ്പെടുത്താനായിട്ടാണ് ഇവിടെ ഇടതുപക്ഷ വലതുപക്ഷ എല്ലാ രാഷ്ട്രീയ കക്ഷികളും. മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഇത് ആരൊക്കെയാണ് നിയന്ത്രിക്കുന്നത് അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പാലോളി മ്യൂണിറ്റ് കമ്മീഷനകത്ത് 11 അംഗങ്ങളാണെന്ന് പറയുന്നുണ്ട്. ഈ 11 അംഗങ്ങൾ ആരൊക്കെയാണ്? അതിനകത്ത് ഒരംഗം എന്ന് പറഞ്ഞാൽ ഇന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കുന്ന KT ജലീൽ മന്ത്രി തന്നെയാണ് പാലോളി കമ്മീഷൻ്റെ അകത്ത് ഒരംഗം. അതോടൊപ്പം തന്നെ ഈ ഒരു പാലോളി കമ്മിറ്റിയിലെ അംഗമാണ് MES മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ഡോക്ടർ ഫസൽ ഗഫൂർ. അദ്ദേഹത്തെ നമുക്ക് സുപരിചിതമാണ്. അതായത് ചാനൽ ചർച്ചകളാകട്ടെ പൊതുസമൂഹത്തിൻ്റെ ഒരു വക്താവ് എന്ന രീതിയിലേക്ക് പലപ്പോഴും വന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ കൊറോണ സമയത്താണെങ്കിലും സർക്കാരിൻ്റെ ഒരു വക്താവ് പോലെയൊക്കെ ആയിരുന്നു ചാനൽ ചർച്ചകളൊക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നത്. അപ്പം അദ്ദേഹമൊക്കെ ഈ ഒരു പാലോളി കമ്മിറ്റിയിലെ അംഗമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് വിവാദപരമായ പല പ്രസ്താവനകളും നമ്മൾ കണ്ടുണ്ട്. അസ്ത്രം പറഞ്ഞുകൊണ്ടുള്ള ചില കാര്യങ്ങളും, മാത്രമല്ല ജനസംഖ്യ 30% മുസ്ലിങ്ങൾ എത്തണം എങ്കിൽ മാത്രമേ ഉള്ളൂ ഇസ്ലാമിക ആ ഒരു ഭരണ സംവിധാനം വരത്തുള്ളൂ എന്ന രീതിയിലേക്കുള്ള ചില പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതുമാണ്. ഒരു മതാധിഷ്ഠിതമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം എന്ന് പറയാതെ വയ്യ. മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരം കിട്ടുമ്പോഴൊക്കെ ക്രിസ്ത്യൻ സമൂഹത്തെ ഒന്ന് എഴുത്തി കാണിക്കുക, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക, സഭകളെയൊക്കെ എഴുത്തി കാണിക്കുക, ക്രിസ്ത്യാനികൾ എന്തോ വലിയവരാണ്, ബാക്കിയുള്ള ഞങ്ങളൊക്കെ അല്ലെങ്കിൽ മുസ്ലിം സമുദായം ഒക്കെ താഴ്ന്ന ആൾക്കാരാണെന്ന രീതിയിലേക്കുള്ള ചില കുത്തിത്തിരിപ്പ് പ്രകടമാക്കുന്നുണ്ട്. അത് ചില സംഭാഷണങ്ങളുടെ ആകട്ടെ എഴുത്തിലൂടെയൊക്കെ ആകട്ടെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾക്കാണ് എന്നുള്ള രീതിയിലോട്ടൊക്കെയാണ് അദ്ദേഹം വെച്ചത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെയുള്ള ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടിയല്ല വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുന്നത്.
ഇവിടെ ഇസ്ലാം അല്ലെങ്കിൽ അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ അറബി ഉറുദു പഠിപ്പിക്കുന്ന പോലെയുള്ള സംവിധാനങ്ങൾ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല ക്രൈസ്തവ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ക്രൈസ്തവ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സെക്യുലർ വിദ്യാഭ്യാസമാണ്. ഇവിടെ സുറിയാനി അല്ലെങ്കിൽ ലാറ്റിൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഒരു സംവിധാന മേഖല അല്ല. ഒരു ഒരു സെക്യുലർ വിദ്യാഭ്യാസ മേഖലയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. അത് ശരിക്കും പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന് പറയുന്ന ചാവറയച്ചൻ്റെയൊക്കെ കാലഘട്ടത്തിൽ തൊട്ട് തുടങ്ങിയതാണ്. അതായത് 1800 കാലഘട്ടം തൊട്ട് ഈ ഒരു വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി സഭ ചെയ്യുന്നുണ്ട്. അന്നിവിടെ ഒരു രാഷ്ട്രീയ സംവിധാനം ഒന്നും തന്നെ ഇല്ല, സർക്കാർ സംവിധാനം തന്നെ ഒന്നും തന്നെ ഇല്ല ഇതിനുവേണ്ടി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇത്രമാത്രമേ. ആ സമയത്ത് ഈ ഒരു പ്രദേശം അല്ലെങ്കിൽ കേരളം ഒട്ടാകെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകട്ടെ അതെല്ലാം സ്വന്തം ചെലവിൽ പിരിവെടുത്ത് സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി അവരുടെ അധ്വാനം ചെലവഴിച്ച് അവരുണ്ടാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പിന്നീട് സർക്കാരിലേക്ക് വിട്ടുകൊടുക്കുകയും സർക്കാരിനെ സഹായിക്കുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്തതും ഇന്നും നമ്മുടെ സമൂഹത്തിന് വളർച്ചയ്ക്ക് വേണ്ടി ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതും അതും നല്ല ക്വാളിറ്റിയുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ട് തന്നെയാണ് വളർത്തുന്നത്. അതായത് കേരളത്തിൻ്റെ നവോത്ഥാനത്തിലും അല്ലെങ്കിൽ കേരളത്തിന് ഇത്രയധികം മറ്റു സമൂഹങ്ങളുടെ ഇടയിൽ ഇത്രയധികം വളർച്ച ഉണ്ടാക്കാനും കേരളത്തിലെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ മറ്റൊരു അംഗമാണ് പ്രമുഖ പത്രമാധ്യമ എഡിറ്ററും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൻ്റെയൊക്കെ നേതാവുമായിരിക്കുന്ന അബ്ദുറഹ്മാൻ. അങ്ങനെ ധാരാളം ആളുകൾ, അതായത് ഏകദേശം 11ഓളം മെമ്പർമാർ ഈ ഒരു കമ്മിറ്റിക്കകത്തുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മിറ്റി മെമ്പർമാരുടെ സ്വാധീനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലും ചില രാഷ്ട്രീയ തലത്തിലൊക്കെ വളരെ സ്വാധീന വിഷയമാണ്. അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ നിന്ന് കുറച്ചൊരു വ്യക്തതക്കുറവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ചില ഈ ഒരു ന്യൂനപക്ഷ വിഷയങ്ങളിലെ ശ്രമങ്ങളിൽ തന്നെ പല പ്രസ്താവനകൾ ഇറക്കുന്നതാകട്ടെ സംശയാസ്പദമാണ്. അപ്പം ഇതൊക്കെയാണ് ഈ വിഷയത്തിലെ കാര്യങ്ങൾ. അതായത് അന്ന് അവിടെ മെമ്പറായിരുന്ന കെറ്റിയിലാണ് ഇന്ന് മന്ത്രിയായിട്ട് ഈ ഒരു വകുപ്പിനെ തന്നെ ഭരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നു സച്ചാർ കമ്മീഷൻ പ്രകാരമാണ് ഈ വകുപ്പ് രൂപീകരിച്ചതെന്ന്. എന്നാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നേ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വലിയൊരു വിഷയങ്ങൾ. ഇനി ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് എന്നതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശുണ്ട്. ഞാൻ പറഞ്ഞു 93-ലാണ് അവിടെ വകുപ്പ് തന്നെ രൂപീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ആന്ധ്രാപ്രദേശിൽ തന്നെ മുസ്ലിങ്ങൾക്കായിട്ട് പദ്ധതികളുണ്ട്, പൊതുവായ പദ്ധതികളുണ്ട്, അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികൾക്കായിട്ട് തന്നെ പ്രത്യേകം പദ്ധതികളുണ്ട്, മറ്റുള്ള ന്യൂനപക്ഷങ്ങളെയും ഉൾക്കൊള്ളുന്ന പദ്ധതികളുണ്ട്. ക്രിസ്ത്യാനികൾക്കായിട്ട് തന്നെ പ്രത്യേക പദ്ധതിയായിട്ട് ക്രിസ്ത്യൻ ധനകാര്യ കോർപ്പറേഷൻ എന്ന് പറയുന്നൊരു കോർപ്പറേഷൻ തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. ആ കോർപ്പറേഷൻ്റെ കീഴിലായിട്ട് ഏകദേശം 13-14ഓളം പദ്ധതികൾ തന്നെയുണ്ട്. ഇതുപോലെ പള്ളിക്കൂടങ്ങൾ പണിയാനായിട്ട് പൈസ, പള്ളികൾ പുനരുദ്ധാരണത്തിനൊക്കെ പൈസ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ട്രെയിനിങ്, കോച്ചിങ്, ഇങ്ങനെ പല കുട്ടികൾക്കായിട്ടുള്ള പല പദ്ധതികൾ അതിനകത്ത് വരുന്നുണ്ട്. വിശുദ്ധനാൾ തീർത്ഥാടനത്തിന് സബ്സിഡി വരുന്നുണ്ട്. അങ്ങനെ ധാരാളം പദ്ധതികൾ തന്നെ കൊടുക്കുന്നുണ്ട്. കല്യാണത്തിന് തന്നെ സഹായങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ കർണാടക സർക്കാരാകട്ടെ ക്രിസ്ത്യൻ ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഫണ്ട് തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. ക്രിസ്ത്യൻ ഇത് എല്ലാവർക്കും ഉണ്ട്, പൊതുവായ പദ്ധതികളുണ്ട്, മുസ്ലിംകൾക്കാരുടെ പദ്ധതിയുണ്ട്, അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളെ പരിഗണിക്കുന്നവർ. അപ്പോൾ അതിനകത്ത് ഏകദേശം 7-9ഓളം പദ്ധതികൾ തന്നെ അതിനകത്ത് വരുന്നുണ്ട്. ട്രെയിനിങ്, കോച്ചിങ്, എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയുള്ള സഹായങ്ങൾ, അങ്ങനെ ധാരാളം പദ്ധതികളൊക്കെ വരുന്നുണ്ട്. ഈ പള്ളികൾക്ക് വേണ്ടിയുള്ള ഫണ്ടുകളും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. പണിയാനായിട്ട്, പുനരുദ്ധാരണത്തിനൊക്കെ ആയിട്ട്, ആതുരാലയങ്ങൾ പണിയാനായിട്ട്, അങ്ങനെയൊക്കെ ധാരാളം പദ്ധതികൾ. ഇനി തമിഴ്നാട്ടിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നമുക്കെല്ലാവർക്കും അറിയാം അവിടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും നമ്മുടെ കേരളത്തിനെക്കാളും കൂടുതൽ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ അത്രമാത്രം അവർക്കൊരു ബേർഡൻ അതിനകത്തില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷ വകുപ്പിൽ ധാരാളം പൊതു പദ്ധതികളും കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികൾക്കായിട്ട് പ്രത്യേക പദ്ധതിയായിട്ട് തന്നെ ഈ തീർത്ഥാടന, നമ്മുടെ വിശുദ്ധനാൾ തീർത്ഥാടനത്തിന് വേണ്ടി പ്രത്യേക സഹായ പദ്ധതികളുണ്ട്. പള്ളികൾ പുനരുദ്ധാരണത്തിന് വേണ്ടിയൊക്കെ പദ്ധതികളുണ്ട്. അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ മാത്രമാണ് ഇതുപോലുള്ള വിവേചനം നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു ന്യൂനപക്ഷ വകുപ്പുണ്ട്. ആ ന്യൂനപക്ഷ വകുപ്പ് പറയുന്നത് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്കായിട്ടുള്ള വകുപ്പാണ് എന്ന നിലയിലൊക്കെയാണ് അവർ വ്യാഖ്യാനിച്ചത്. 20% ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ എടുക്കാം എന്ന രീതിയിലാണ്. അതും പൊതുപദ്ധതികളിലാണ് 80-20 എന്ന് പറയുന്ന ഒരു അനുവാദം സ്വീകരിച്ചിരിക്കുന്നത്. മുസ്ലിങ്ങൾക്കായിട്ട് തന്നെ പ്രത്യേകിച്ച് പദ്ധതികൾ തന്നെയുണ്ട്. ഇപ്പോൾ ഉറുദു ഒക്കെ ഭാഷയ്ക്കുള്ള സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം പദ്ധതികൾ മുസ്ലിങ്ങൾക്കായിട്ട് തന്നെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ക്രിസ്ത്യാനികൾക്കായിട്ടൊരു പദ്ധതി ഇതിനകത്തില്ല. പൊതു പദ്ധതികൾ ഇതുപോലെ 80% അനുവാദം സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വിവേചനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ സംവരണ വിഷയം. സംവരണവും ന്യൂനപക്ഷവും രണ്ട് വിഷയങ്ങളാണ്. എന്നാൽ തന്നെ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഈ സംവരണ വിഷയത്തിന് കാര്യം മന്ത്രി തന്നെ സൂചിപ്പിക്കുക, ജില്ലയിൽ മന്ത്രി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അതായത് പിന്നോക്കക്കാരാണ് കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം പിന്നോക്ക വിഭാഗത്തിൽ ആണ് അവർ കിടക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം പിന്നോക്ക വിഭാഗത്തിലേക്ക് പെടുത്തിയത് എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാര്യം
ഇവിടെ ഭരണഘടന രൂപീകരിച്ച സമയത്ത് എല്ലാ സഭ അല്ലെങ്കിൽ എല്ലാ മത നേതാക്കളെയും വിളിച്ച് അവിടെ സംസാരിച്ചതാണ്. അപ്പം അങ്ങനെയൊക്കെ സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ഈ പൊതുമത അടിസ്ഥാനത്തിലുള്ള സംവരണം പാടില്ല എന്ന നിലയിലേക്കൊക്കെ വരികയും മതസംവരണം മാറ്റുകയും ചെയ്തത്. അതായത് അന്ന് പല പ്രസിഡൻസിയിലും ഉണ്ടായിരുന്ന സംവരണം മാറ്റി ഇന്ത്യയിൽ പൊതുവായിട്ടൊരു മത അടിസ്ഥാനത്തിലുള്ള സംവരണ വ്യവസ്ഥ ഇല്ല. ആ രീതിയിലേക്ക് ഭരണഘടന വരികയും എന്നാൽ ഈ ന്യൂനപക്ഷങ്ങളായിട്ടിരിക്കുന്ന ആളുകളെ പരിഗണിക്കാണ്ട് ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്തതാണ്. പക്ഷേ എന്നാൽ കേരളത്തിൽ കുറച്ച് അല്ലെങ്കിൽ അല്പം എന്ന രീതിയിലേക്കൊക്കെ നേരത്തെ ഇരുന്ന സംവരണത്തെയൊക്കെ അവർ ചേർക്കുകയാണ് ഉണ്ടായത്. പക്ഷേ എന്നാൽ തന്നെയും അത് ഒരു പ്രധാനമായ സംവരണ വ്യവസ്ഥയിലേക്ക് എത്തുന്നത് OBC സംവരണം എന്ന് പറയുന്ന ഒരു കാറ്റഗറി വന്നപ്പോഴാണ്. അതായത് അത് വന്നത് 1993 സമയത്തോടുകൂടെ തന്നെയാണ് സെൻട്രൽ ലിസ്റ്റ് ഓഫ് OBC ഒക്കെ ഇറങ്ങുന്നത് തന്നെ. മണ്ഡൽ കമ്മീഷൻ്റെ ഒക്കെ റിപ്പോർട്ടിനെ ചൂടുപിടിച്ചുകൊണ്ട് ഇന്ദിരാ സാഹ്നി കേസൊക്കെ ചൂടുപിടിച്ചുകൊണ്ട് 1993 സെൻട്രൽ ലിസ്റ്റ് ഓഫ് OBC ഇറങ്ങിയപ്പോൾ ആ OBC ലിസ്റ്റിൻ്റെ അകത്ത് മുസ്ലിം എന്നൊരു കാറ്റഗറി അല്ല കിടക്കുന്നത്. മുസ്ലിം എന്നൊരു കാറ്റഗറി ഇല്ല. പകരം കിടക്കുന്നത് മാപ്പിള എന്നൊരു കാറ്റഗറിയാണ്. സച്ചാർ കമ്മീഷൻ്റെ അകത്തും ഈ മാപ്പിളയൊക്കെ പരിഗണിക്കുന്നുണ്ട്. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകം തന്നെ എടുത്ത് പറയുന്നുണ്ട്, മാപ്പിള എന്നൊരു വിഭാഗമുണ്ട്. ആ മാപ്പിള എന്നൊരു വിഭാഗത്തിൽ 5 തരംതിരിച്ചിട്ടുണ്ട്. 5 തരംതിരിച്ചതിൽ ആദ്യത്തെ തരംതിരിവ് തങ്ങളാണ്, രണ്ടാമത്തെ തരംതിരിവ്, മൂന്നാമത്തെ തരംതിരിവ്, 4ാമത്തെ തരംതിരിവാണ് മുക്കുവ ഗണത്തിൽ വരുന്ന മുസ്ലിം കാറ്റഗറിയൊക്കെ പറയുന്നത് കൺവേർട്ടഡ് ആയിട്ടുള്ള മുസ്ലിംസിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അതായത് ആദ്യം 3 മാപ്പിള എന്ന വിഭാഗത്തിലെ ആദ്യം 3 വിഭാഗങ്ങളും നല്ല ഉയർന്ന നിലയിലുള്ളവരാണെന്ന് തന്നെയാണ് സച്ചാർ കമ്മീഷനകത്തും പറഞ്ഞു വെക്കുന്നത്. ആ ഒരു മാപ്പിളയാണ് സംവരണ ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മാപ്പിള എന്ന് പറയുന്ന ടേം ഇവിടെയുള്ള സുറിയാനി ക്രിസ്ത്യാനികളും ഇവിടെയുള്ള മുസ്ലിങ്ങളും ഇവിടെയുള്ള ജൂതന്മാരും ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് മാപ്പിള എന്ന് പറയുന്ന ആ ഒരു വിഭാഗം എന്ന് പറയുന്നത്. നസ്രാണി മാപ്പിള, ജൂത മാപ്പിള, ജോനക മാപ്പിള അല്ലെങ്കിൽ മുസ്ലിം മാപ്പിള എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പൊതുവായ മാപ്പിള എന്ന് പറയുന്ന സമൂഹത്തെ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ഉള്ള ഒരു വിഭാഗത്തെ മാത്രമായിട്ട് എടുത്ത് സംവരണം കൊടുക്കുന്ന ഒരു സിസ്റ്റം. ഇതിനകത്തൊരു ചെറിയൊരു പിഴവ് കിടക്കുന്ന ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 93 സെൻട്രൽ ലിസ്റ്റ് ഓഫ് OBCയിൽ മാപ്പിള എന്ന് മാത്രമേ കിടക്കുന്നുള്ളൂ. 96 ഈ മാപ്പിളയിലെ മുസ്ലിങ്ങളിലെ 5 വിഭാഗങ്ങളെ ഒഴിവാക്കുന്നു എന്ന് പറയുന്നുണ്ട്. മാപ്പിളയിലെ മുസ്ലിം വിഭാഗങ്ങളിലെ 5 വിഭാഗങ്ങളെ ഒഴിവാക്കുന്നു, മുസ്ലിം വിഭാഗത്തിലെ 5 വിഭാഗങ്ങളെ ഒഴിവാക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ കേരള PCയുടെയൊക്കെ സൈറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ മാപ്പിള ഓർ മുസ്ലിം എന്നാണ് കിടക്കുന്നത്. മാപ്പിള ഓർ മുസ്ലിം എന്നൊരു പേര് കയറി വന്നേരെ. ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്ന കീമാകട്ടെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലെ പ്രോസ്പെക്ടസ് ആകട്ടെ അതിനകത്തൊക്കെ OBCനെ എഡ്യൂക്കേഷനിൽ വരുമ്പോൾ SCBC എന്നാണ് തരംതിരിച്ചിരിക്കുന്നത്. ആ SCBCക്കകത്ത് മാപ്പിള എന്ന ടൈം ഇല്ല. പകരം മുസ്ലിം ബ്രാക്കറ്റ് ഓൾ സെക്ഷൻസ് ഫോളോയിങ് ഇസ്ലാം എന്ന നിലയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിഭാഗത്തെ പിന്നോക്ക വിഭാഗത്തിൻ്റെ ഇതിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സംശയങ്ങളും അവിടെ ഇടയാക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് ചില സംഘടിതമായ ശ്രമങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. നമ്മൾ കൂടുതലായിട്ട് ഈ ക്രൈസ്തവ സഭ സമുദായ നേതൃത്വം അവർ എങ്ങനെയാണ് ഇങ്ങനൊരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് സമീപിക്കേണ്ടത്? തീർച്ചയായിട്ടും ഇന്നത്തെ അവസ്ഥയിൽ വളരെ ദുർബലമായിട്ട് കിടക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ് ക്രൈസ്തവരുടെ ഇടയിലുള്ളത്. അപ്പുറത്ത് നിൽക്കുന്നവർ വളരെ സംഘടിതമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ അസംഘടിതമായിട്ടും ദുർബലപ്പെട്ടും കിടക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം മാധ്യമരംഗത്താകട്ടെ ക്രൈസ്തവ സമൂഹത്തിന് പ്രത്യേകിച്ച് എത്ര മാധ്യമരംഗത്ത് ശക്തി എന്ന് പറയാനായിട്ടില്ല. ക്രൈസ്തവ സമൂഹത്തിന് രാഷ്ട്രീയ തലത്തിൽ ശക്തി എന്ന് പറയാനായിട്ടില്ല. LDFലോ UDFലോ ഒന്നും തന്നെ ക്രൈസ്തവ ശക്തി എന്ന് പറയാനായിട്ടൊരു സംവിധാനമില്ല. വിഘടിച്ച് കിടക്കുന്ന ഒരു മതവിഭാഗമാണ് തീർച്ചയായും. കാര്യം ക്രിസ്ത്യൻ നാമധാരിയായിട്ടുള്ള ഒരു നേതാവ് പോലും ക്രിസ്ത്യാനിയുടെ ഈ വിഭജനത്തെ പറ്റി ശബ്ദം ഉയർത്തുന്നില്ല, സംസാരിക്കുന്നില്ല, ഇന്ന് വരെ നിയമസഭയിൽ ചോദ്യം ചെയ്യുന്നില്ല. അത് കോൺഗ്രസ് ആകട്ടെ LDF ആകട്ടെ UDF ആകട്ടെ ഇരു മുന്നണികളിലെ പോലും ആരും തന്നെ ഒരു ക്രിസ്ത്യൻ നാമധാരി പോലും ഈ വിഷയങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. ക്രൈസ്തവരുടെ വോട്ട് കാലങ്ങളായി വാങ്ങുന്ന കുത്തക ഭരണമാക്കി വെച്ചിരിക്കുന്ന ആരും തന്നെ ക്രൈസ്തവർക്ക് വേണ്ടി ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല എന്നതാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത്. അതിനകത്ത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്രൈസ്തവ നേതാക്കളല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ക്രൈസ്തവ നേതാക്കളായിട്ടല്ല അവർ വരുന്നത് എന്ന രീതി. കാര്യം ഇപ്പം മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന അല്ലെങ്കിൽ നേതാക്കൾ, ഇപ്പം മുസ്ലിം ലീഗിൻ്റെ ആകട്ടെ അല്ലെങ്കിൽ മറ്റ് മുസ്ലിം നേതാക്കളാകട്ടെ, അവരെല്ലാം MLA ആയിട്ട് വരുമ്പോൾ അവരുടെ സമുദായത്തിന് വേണ്ടി അവർ കൃത്യമായ രീതിയിലേക്ക് ശബ്ദിക്കുന്നൊരു കാര്യമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പം കെറ്റിയിൽ മന്ത്രിയുടെ കാര്യത്തിനാണെങ്കിലും അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾക്കായിട്ടാണത് വേണ്ടത് എന്ന രീതിയിലേക്കാണ് അദ്ദേഹം വാദം ഉയർത്തുന്നത്. എന്നാൽ ഇതേ ഒരു കാര്യം ക്രൈസ്തവ നേതാക്കളിൽ നിന്ന് വരുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ ഈ ഒരു വിഷയം അത്യാവശ്യം നല്ല രീതിയിൽ പ്രചാരണ ആയുധമായിരുന്നു. പല ഭാഗത്തും അതിൻ്റേതായിട്ടുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അപ്പം ക്രൈസ്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷങ്ങൾക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇത് ചൂണ്ടിക്കാണിക്കുന്നില്ലേ? കാര്യം ഇതിനകത്തൊരു വ്യക്തത എന്ന് പറയുന്നത് ഈ ഒരു വർഗീയ അന്തരീക്ഷം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിലാണ്. അതായത് ഇവിടെ ഒരു അനീതിയുണ്ട്, നീതികേടുണ്ട്. അതിനെ സമയത്ത് അഭിസംബോധന ചെയ്യുകയോ അല്ലെങ്കിൽ സമയത്ത് പരിഹരിക്കാനായിട്ടൊരു നിർദ്ദേശങ്ങളോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് വരാതെ കൃത്യമായ രീതിയിൽ നിശബ്ദത പാലിച്ചുകൊണ്ട് ഈ ഒരു ചെറിയൊരു കനലിനെ ആളിക്കത്തിക്കുന്നൊരു പ്രവണതയാണ് ഈ നിശബ്ദത പാലിക്കുന്ന നേതാക്കൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ നേതാക്കളാകട്ടെ ഏത് നേതാക്കളാകട്ടെ ഈ ഒരു വിഷയമുണ്ട്, ഇതിനകത്ത് അനീതിയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം അതിൽ നിശബ്ദത പാലിച്ചുകൊണ്ട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി ഒരു സമൂഹങ്ങളുടെ വർഗീയ അന്തരീക്ഷം ഉണ്ടാക്കി അവസാനം അത് വല്ല പ്രക്ഷോഭത്തിലോട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലേക്ക് നീങ്ങുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ തള്ളിപ്പറയുന്ന ഒരവസ്ഥയിലേക്ക് മാത്രം കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉടനെ തന്നെ ഇതിനകത്ത് പരിഹാരങ്ങൾ ഉണ്ടാകണം. എല്ലാവരും തുല്യമായി കാണുകയും കൃത്യമായ രീതിയിൽ പരിഹാരം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് സമൂഹവും സർക്കാരും നീങ്ങണം. രാഷ്ട്രീയ നേതാക്കളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓരോ ജനത്തിൻ്റെയും പ്രതീക്ഷ എന്ന് പറയുന്നത്. കാര്യം അവർ രാഷ്ട്രീയപരമായിട്ട് ഈ MLA അല്ലെങ്കിൽ MP-നെയൊക്കെ ജയിപ്പിച്ച് വിടുന്നത് അവരുടെ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടാനായിട്ടും അവർക്ക് നീതി ഉറപ്പാക്കി തരാൻ വേണ്ടിയാണ്. അപ്പം അത് കൃത്യമായി അവർ നടത്തുകയും കൃത്യമായ രീതിയിലേക്ക് നീതി ഉറപ്പാക്കി തരേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. അപ്പം അത് സമയാസമയം അവർ നീതിപൂർവ്വം നടത്തുകയാണെങ്കിൽ ഈ ഒരു വിഷയം തന്നെ ഉദിക്കുന്നില്ല. അതിനെ വോട്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിലും ചില വർഗീയപരമായിട്ടുള്ള ചിന്തകളുടെ പേരിലൊക്കെ നിശബ്ദത പാലിക്കുകയും ആളിക്കത്തുന്ന ഒരു പ്രവണത അത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ ക്രൈസ്തവ മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് ഇടയിൽ വളരെ വലിയൊരു വിവേചനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇക്കാലത്തിൽ ആസന്നമായിട്ടുള്ള ഒരു ഇലക്ഷനാണ് ഇനി നമ്മുടെ മുൻപിൽ വരാനായിട്ട് പോകുന്നത്. ആ സമയത്ത് ഇതുപോലെയുള്ള വിവേചനങ്ങൾ തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികളുടെ നെഞ്ചിടിപ്പ് കൂട്ടും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. തീർച്ചയായും ഈ ഒരു അനീതി തിരുത്തപ്പെടേണ്ടതാണ്. കേരളത്തിലെ പ്രബുദ്ധരായ ജനത തീർച്ചയായും തെറ്റുതിരുത്തും എന്ന് നമുക്ക് വിശ്വസിക്കാം.